ഹലോ ഗൈസ്, ഞാൻ ഖാലിദ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഹ്യൂണ്ടായി ക്രെറ്റ എന്നൊരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ തരാനാണ്. സോ ഗൈസ്, ഇതെൻ്റെ വൺ ഓഫ് ദി ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് തന്നെ പറയാം യൂട്യൂബ് ഇൻഡസ്ട്രിയിലോട്ട്. സോ ഞാൻ എൻ്റെ മാക്സിമം വീഡിയോ നൈസാക്കി ട്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമാണ്. പ്ലീസ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനമാണ് ഹ്യൂണ്ടായിയുടെ ക്രെറ്റ എന്നൊരു മോഡലാണ്. ഇത് ക്രെറ്റയുടെ E+ എന്നൊരു വേർഷനാണ്. ഇത് വന്നിരിക്കുന്നത് ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. ഈ പൊടിക്കൽ കളർ എന്ന് വെച്ചാൽ ഫാൻറ്റം ബ്ലാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഡീറ്റെയിലായിട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നതാണ് ഹ്യൂണ്ടായിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ലൈറ്റാണിത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഇറ്റ്സ് എ ബേസ് വേർഷൻ. ഇതിൽ വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഹാലോജൻ ഹെഡ് ലാംപ്സ് ആണ്. പിന്നെ ഇതിൽ ഹ്യൂണ്ടായി കൊടുത്തിരിക്കുന്ന ഫീച്ചറാണ് ഫോളോ മീ ഹോം ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കാണാം. പിന്നെ നമ്മൾ കുറച്ചുകൂടി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എടുത്തു പറയാനുള്ളൊരു കാര്യമാണ് ഇത്. നമ്മുടെ ഹ്യൂണ്ടായുടെ തന്നെ സിഗ്നേച്ചറായ കാസ്കേഡ് ഗ്രിൽ, അതാണ് അവർ ക്രെറ്റയ്ക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കാസ്കേഡ് ഗ്രിൽ ഇത് സിൻസ് ഇത് ബേസ് വേർഷൻ, ഇപ്പം ഇതിൽ ബേസ് വേർഷൻ ആയതുകൊണ്ട് ഇത് നോർമൽ ബ്ലാക്ക് മെറ്റീരിയലാണ്, സാധാരണ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് ഒരു ലുക്ക് കൊടുക്കാനായിട്ട് അവർ നല്ലൊരു സിൽവർ ആയിട്ടുള്ള നല്ലൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി കാണാൻ നല്ലൊരു ലുക്കാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോർമലി ഫുൾ ഓപ്ഷനിലൊക്കെ വരുന്നത് LED ഇൻഡിക്കേറ്റേഴ്സൊക്കെ വരുന്നതാണ്. പക്ഷേ ഇത് ബേസ് ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫ്യൂച്ചറിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാമായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ് ടോ ഹുക്ക്. അപ്പോൾ വണ്ടി എങ്ങനെ ബ്രേക്ക് ഡൗൺ ആയാലോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ആയാലോ നമുക്ക് വണ്ടി ടോ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇവിടുത്തെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ എയർ ഡാമും നമ്മുടെ സ്കിഡ് പ്ലേറ്റുമാണ്. കഴിഞ്ഞ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൽപ്പോൾ ഒരു ലെങ്ത്തിലും ബ്രെഡ്ത്തിലും ഒരു വലിപ്പം കൂട്ടിയിട്ടുണ്ട്. ഇത് ആക്ച്വലി എന്താ പറയുക, ഈ സ്കിഡ് പ്ലേറ്റ് അത്രയും ലുക്കാണ്, മീൻസ് ഒരു പ്രോപ്പർ ഒരു SUV റഗ് ലുക്ക് ക്രെറ്റയ്ക്ക് ഇത് നൽകുന്നതാണ് ഈ ഒരു സ്കിഡ് പ്ലേറ്റ്. പിന്നെ ഗൈസ്, നമ്മൾ സൈഡിലോട്ട് പോകാം. നമ്മൾ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഹ്യൂണ്ടായിയുടെ ഫ്ലൂയിഡിക് ലൈൻസ് ആണ്. ഫ്ലൂയിഡിക് ലൈൻസ് എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് ഭയങ്കര സ്ലീക്കി ആൻഡ് ഷാർപ്പ് ലുക്കാണ് കൊടുക്കുന്നത്. ഈ ലൈൻസ് വണ്ടിയുടെ ഫ്രണ്ട് എൻ്റെ തൊട്ട് വണ്ടിയുടെ അങ്ങ് ബാക്ക് വരെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വണ്ടി സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ വണ്ടിക്ക് നല്ലൊരു ഷാർപ്പ് ആൻഡ് സ്ലീക്കി ലുക്കാണ് ഈ ലൈൻസ് നൽകുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ORVMs ആണ്. ORVMs വിത്ത് ടേൺ ഇൻഡിക്കേറ്റർ ഹ്യൂണ്ടായി ഈ ക്രെറ്റയ്ക്ക് നൽകുന്നുണ്ട്. ഇത് ബേസ് വേർഷനായിട്ട് നല്ലൊരു ടച്ചായിട്ട് കാണുന്നുണ്ട്. കാരണം നോർമലി സാധാരണ ബേസ് വണ്ടികളിലൊന്നും ഇങ്ങനെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ നൽകാറില്ല. അപ്പോൾ ഹ്യൂണ്ടായി അതിന് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമുക്ക് ബാക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഡുവൽ ടോൺ ബമ്പറാണ്. നമുക്ക് കാണാം. അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ബ്ലാക്ക് കോമ്പോണൻറ്റ് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ വണ്ടി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഡുവൽ കോമ്പോണൻറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാസ്റ്റിക് കോമ്പോണൻറ്റും പിന്നെ നമ്മുടെ വന്നിരിക്കുന്ന ഈ സ്കിഡ് പ്ലേറ്റ്, ഈ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ റിയർ ബമ്പർ കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യമാണ് നമ്മുടെ റിവേഴ്സ് സെൻസർ. ഇത് കാണുന്നതാണ് റിവേഴ്സ് സെൻസർ. അപ്പോൾ നമ്മൾ റിവേഴ്സ് എന്തെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് വല്ലതും വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ വണ്ടിയിൽ വാർണിംഗ് ഉണ്ടാവും. പിന്നെ മുകളിൽ കാണുന്നതാണ് നമുക്ക് റിഫ്ലക്റ്റഡ് ലൈറ്റ്സ്. ആക്ച്വലി ഇത് നമ്മുടെ പഴയ 2015 to 17 വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് ചെറുതായിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലി അങ്ങനെ 1, 2, 3, 4 റിവേഴ്സ് സെൻസേഴ്സാണ് ഈ വണ്ടിയിൽ ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കാണാം വണ്ടിയുടെ ടോ ഹുക്കാണ് ഫ്രം റിവേഴ്സ്. ഇപ്പം നേരത്തെ ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബാക്കിൽ നിന്ന് വണ്ടി ടോ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കാണുന്നതാണ് ഈ ടോ ഹുക്ക്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ ടെയിൽ ലാംപ്സ്. അപ്പോൾ ഗൈസ്, ഈ ടെയിൽ ലാംപ്സ് എന്ന് വെച്ചാൽ പഴയ ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബ്രോഡായിട്ടുണ്ട്. സംവാട്ട് ബ്രോഡ് ആയിട്ടുകൊണ്ട് കുറച്ച് റിയൽ ആയിട്ടുമാണ് പഴയ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ചിലപ്പോൾ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്.
പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടെ കാണുന്ന നമ്മുടെ ഹ്യൂണ്ടയുടെ ചിഹ്നമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബേസ് വെർഷൻ ആയതിനാൽ നമുക്കിവിടെ വൈപ്പറിൻ്റെ ഓപ്ഷനോ അങ്ങനെ ഒന്നും ഫെസിലിറ്റീസ് ഒന്നും ഹ്യൂണ്ടായി തരുന്നില്ല. അതെനിക്കൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അത് മുകളിലോട്ട് കാണുന്നത് നമ്മുടെ ബ്രേക്ക് ലൈറ്റ്സ്, പിന്നെ ആൻറ്റന ഫോർ FM. അപ്പോൾ ഗൈസ് നമുക്കിത് ഇതിൻ്റെ ബൂട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഹ്യൂണ്ടായി ഓഫർ ചെയ്യുന്ന ബൂട്ട് ഓൾമോസ്റ്റ് 400 ലിറ്റർ സൈസ് ബൂട്ടാണ് ക്രെറ്റയ്ക്ക് വേണ്ടി ഹ്യൂണ്ടായി ഓഫർ ചെയ്യുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. ഒരു മൂന്നാല് വലിയ പെട്ടിയൊക്കെ ചുമ്മാ ഇരുന്ന് പോകും വണ്ടിയിൽ. വേണമെങ്കിൽ ചെറിയൊരാൾ തന്നെ പിടിച്ച് കിടത്താം. അപ്പോൾ ഗൈസ് കാണുന്നത് നമ്മുടെ ചെറിയ സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ബൂട്ടിൽ നമുക്ക് അവർ ചെറിയ ലൈറ്റ് തന്നിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ലൈറ്റ് വല്ല സാധനങ്ങളോ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു വിഷന് വേണ്ടിയാണ് ഇവിടെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടച്ചാണിത്. പിന്നെ ഗൈസ് നമുക്കൊരു എക്സ്ട്രാ സ്പേസ് വേണമെങ്കിൽ ഈ സീറ്റ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് റിക്ലൈൻ ചെയ്യാം. ആസ് യു ഗൈസ് ക്യാൻ സീ. അപ്പോൾ ഇത്രയും വൈഡ് സ്പേസ് ക്രെറ്റയിലകത്തുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എക്സ്ട്രാ ലഗേജോ എക്സ്ട്രാ നമുക്ക് ഹൗസ് ഷിഫ്റ്റിംഗ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ സീറ്റ് ഫുള്ള് റിക്ലൈൻ ചെയ്ത് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ടാക്കാം. പിന്നെ ഗൈസ് നമ്മൾ ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സൈസ് സ്പെയർ വീൽ ഉണ്ട്. സ്പെയർ വീൽ കാണുന്നത് 16 ഇഞ്ച് സ്റ്റീൽ വീലാണ്. വിത്ത് ടൂൾസ് ഇരിപ്പുണ്ട് ഇവിടെ. നമുക്ക് ഡിക്കി ക്ലോസ് ചെയ്യാം ഗൈസ്. പിന്നെ നമ്മൾ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടയറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ മോഡലിൽ കിട്ടിയിരിക്കുന്നത് കുംഹോ സോളേഴ്സ് എന്നൊരു കൊറിയൻ ടയറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്ന കൊറിയൻ ടയർ വന്നിരിക്കുന്നത് പ്രൊഫൈൽ എന്ന് വെച്ചാൽ 205/65 16 ഇഞ്ച് റേഡിയസ് ഉള്ള ടയറാണ് നമുക്ക് ഈ ക്രെറ്റയിൽ തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ബേസ് വെർഷൻ ആയതിനാൽ നമുക്ക് അലോയ് അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് സ്റ്റീൽ റിമ്മാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സാധാരണ പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ടച്ച് ആക്ച്വലി. പിന്നെ നമ്മൾ പിന്നെ എടുത്ത് പറയാനുള്ളത് ബ്രേക്സിനെ പറ്റിയാണ്. അപ്പോൾ ബ്രേക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഫ്രണ്ടിൽ വരുന്ന ബ്രേക്സ് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ഫ്രണ്ടിൽ. പിന്നെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ വരുന്നത് സാധാരണ നോർമൽ ഡ്രമ്മാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ റിവ്യൂവിലോട്ട് കടക്കാം. അപ്പോൾ ഇത് കാണുന്ന കീ ആണ് ഈ പെർട്ടിക്കുലർ ഹ്യൂണ്ടായി കീ. ഫോൾഡബിൾ നോർമൽ കീ ആണ്, സാധാരണ ഓൾഡ് സ്കൂൾ എന്ന് പറയാം. നല്ലൊരു ടച്ചാണ് കീയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്യുന്നു. നല്ലൊരു ബീപ്പ് സൗണ്ടോടെ വണ്ടി അൺലോക്ക് ചെയ്യും. നമുക്ക് വണ്ടി അകത്തോട്ട് കയറാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഡോർ തുറക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഹ്യൂണ്ടായിയുടെ തന്നെ ഒരു നല്ല ഗുഡ് ടച്ചുള്ളൊരു ഡുവൽ ടോൺ ഇൻറ്റീരിയർ ആണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കും ബീച്ച് വേർഷനിലെ ബീച്ച് കളറിലാണ് ടച്ചിലാണ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ. കാണാം ഗൈസ്. അതിപ്പോൾ നമുക്ക് കടക്കാം. പിന്നെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ സീറ്റ്. അപ്പോൾ ഈ ഡ്രൈവർ സീറ്റ് എന്ന് വെച്ചാൽ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ലെതർ ബോർഡർ വിത്ത് ഫാബ്രിക് മിഡിൽ പോർഷൻ വെച്ചാണ് ഈ ഡ്രൈവർ സീറ്റ് വന്നിരിക്കുന്നത്. നല്ലൊരു നെക്ക് സപ്പോർട്ടും തന്നിട്ടുണ്ട്. കാണാം. പിന്നെ ഇത് ഡ്രൈവർ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി മാനുവലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് വൺ സൈഡ് റിക്ലൈനബിൾ. പിന്നെ ഗൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലകത്തോട്ട് കയറാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടിയിലകത്ത് ഇതാണ് നമ്മുടെ വ്യൂ. പിന്നെ നമ്മൾ ഡോറിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രെറ്റ എന്ന പെർട്ടിക്കുലർ വെഹിക്കിളിൽ പവർ നാല് വിൻഡോസും പവേർഡ് ആണ്. കാണാൻ ഇവിടെ ബട്ടൺ 1, 2. പിന്നെ ഇത് ഇവിടെ അൺലോക്ക് ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് വിൻഡോ ഓഫ് ഓൺ ബട്ടൺ ഉണ്ട്. പിന്നെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ORVMസിൻ്റെ സ്വിച്ചസ് ആണ് ഇവിടെ ഉള്ളത്. റൈറ്റ്, ലെഫ്റ്റ്. അപ്പോൾ അങ്ങനെ. പിന്നെ സ്റ്റിയറിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ ഇത് ബേസ് വേർഷൻ ആണല്ലോ. അപ്പോൾ ഈ സ്റ്റിയറിങ്ങിലാകെ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു ടിൽറ്റ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഹ്യൂണ്ടായി കൊടുത്തിട്ടുള്ളൂ. വേറെ ടെലിസ്കോപ്പിക് അങ്ങനത്തെ സംഭവം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറെ നോക്കിയപ്പോൾ എടുത്ത് പറയാനുള്ളത് ജസ്റ്റ് 2 സ്വിച്ച് മാത്രം കൊടുത്തിട്ടുണ്ട്. ട്രിപ്പും റീസെറ്റും സ്വിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹോണ്.
സോ കൈ കേൾക്കാൻ നല്ലൊരു രസമുള്ളൊരു ഹോണാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ആംറെസ്റ്റ്. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചറാണ് ഹ്യുണ്ടായി കൊടുത്തിട്ട്. നമ്മളിപ്പോൾ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പോകാനായിട്ട് ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറെസ്റ്റിൻ്റെ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആംറെസ്റ്റ് നമ്മൾ ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്റ്റോറേജ് കമ്പാർട്ട്മെൻ്റ് ആണ് ഉള്ളത്. ഇതിൽ ഇവിടെ നമുക്ക് രണ്ട് ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഒരു ചെറിയ വേണമെങ്കിൽ ടീ ചായ ഒക്കെ ആയിരിക്കും. ഇതൊരു ബോട്ടിൽ തികയത്തില്ല. അത്യാവശ്യം രണ്ട് ബോട്ടിൽ വെക്കേണ്ട ലൊക്കേഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഗൈസ് നമുക്ക് കാണുന്നതാണ് നമ്മുടെ 6 speed മാനുവൽ ഗിയർ ബോക്സ്. നല്ല സ്മൂത്ത് ആൻഡ് സ്ലീക്ക് ഗിയർ ബോക്സ് ആണിത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ, AC-യുടെ ടെമ്പറേച്ചർ കൺട്രോളാണ്. പിന്നെ ഇത് ഫാൻ സ്പീഡ്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ വെന്റ് കൺട്രോൾ. പിന്നെ ഗൈസ് നമ്മൾ താഴോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം 12 വോട്ടിൻ്റെ പവർ സോക്കറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലൗ ബോക്സിൻ്റെ നല്ല അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഗ്ലൗ ബോക്സാണ് ഈ വണ്ടി ക്രെറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം. പിന്നെ ഈ വണ്ടി സേഫ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് ABS, EBD, പിന്നെ ഡുവൽ എയർ ബാഗ്സ്. ഇവിടെ പാസഞ്ചർ സൈഡ് എയർ ബാഗും ഉണ്ട്, ഡ്രൈവർ സൈഡ് എയർ ബാഗും ഉണ്ട്. ഗൈസ് നമുക്ക് ആ വണ്ടിയുടെ ബാക്കിലോട്ട് നമുക്ക് കടക്കാം, ബാക്കിലെ സീറ്റിങ്ങിലോട്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം നല്ലൊരു ബോർഡിലൊക്കെ ഹോൾഡ് ചെയ്യേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിൻഡോ ഓപ്പൺ ക്ലോസ് സ്വിച്ച്, പിന്നെ ഡോർ അൺലോക്ക്. അത്യാവശ്യം നല്ലൊരു ബ്ലാക്ക് കളർ നോർമൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ സ്പീക്കർ ബില്ലാണ്, സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആസ് യു ഗൈസ് ക്യാൻ സീ ഇതാണ് ക്രെറ്റയുടെ ബാക്ക്. പിന്നെ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ 5'11" ഇപ്പം എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെ ആസ് ഗൈസ് ക്യാൻ സീ എനിക്ക് നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് ഫ്രണ്ടിലുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ലെഗ് റൂം, പിന്നെ ഹെഡ് റൂമിൻ്റെ കാര്യം നോക്കി പറഞ്ഞാലും ഇവൻ ദോ ക്രെറ്റയ്ക്ക് നല്ലൊരു സ്ലോപ്പി റൂഫാണ് ഉള്ളെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂമാണ് ക്രെറ്റ നമുക്ക് തരുന്നത്. പിന്നെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എയർ വെൻറ്റ്. ഇതൊരു നല്ലൊരു ടച്ചാണ് ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് നൽകിയിരിക്കുന്നത് ബാക്കിലെ പാസഞ്ചറിൻ്റെ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടി. ഗൈസ് നമ്മൾ ഡ്രൈവ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് മെയിനായിട്ട് സംസാരിക്കാനുള്ളത് ഇതിൻ്റെ എഞ്ചിനെ പറ്റിയാണ്. അപ്പോൾ ക്രെറ്റ ഇതൊരു E+ എന്ന വേരിയൻറ്റ് വരുന്നത് പെട്രോളാണ്. അപ്പോൾ ഇതിനെ പവർ ചെയ്തിരിക്കുന്നത് 1.6 ലിറ്റർ VT DOHC 4 സിലിണ്ടർ എഞ്ചിൻ കൊണ്ടാണ് ഈ വണ്ടി പവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു എഞ്ചിൻ ഔട്ട്പുട്ട് തരുന്ന ഒരു മാക്സിമം പവർ എന്ന് വെച്ചാൽ 121 bhp ആണ് വിത്ത് 151 Nm ഓഫ് ടോർക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പെക്കുള്ള എഞ്ചിനാണ് ഈ ക്രെറ്റയ്ക്ക് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. നല്ല റിഫൈൻഡ് എഞ്ചിനാണ്. അധികം സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ക്യാബിൻ നോയ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ലിറ്റിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അത്രയും കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് തരുന്നൊരു വണ്ടിയാണ്. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ ട്രാൻസ്മിഷനിലോട്ട് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് 6 speed മാനുവൽ ട്രാൻസ്മിഷനാണ്. ഈ ട്രാൻസ്മിഷൻ എന്താ പറയുക ഭയങ്കര ഒരു സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്. എന്താ പറയുക സ്മൂത്ത് ആൻഡ് ഷോർട്ട് ഷിഫ്റ്റിംഗ് ട്രാൻസ്മിഷനാണ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. നമുക്കൊരു വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. പ്രശ്നം ഇൻ ദ സെൻസ് ലൈക്ക് എഫേർട്ട് ഒന്നും ഇല്ലാതെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ അത്രയും ഷോർട്ട് ഷിഫ്റ്റും സ്മൂത്തും ആണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്ലച്ചിനെ പറ്റിയാണ്. ഇതിൻ്റെ ക്ലച്ച് ഇസ് ലൈക്ക് റിയലി സ്മൂത്ത്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ക്ലച്ചാണ്. പക്ഷേ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം. എല്ലാവർക്കും അല്ല, എനിക്കിപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് തോന്നുന്നില്ല. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു പേഴ്സൺ ഇപ്പോൾ സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് അല്പം ലോങ് ആണ്. ഇൻ ദ സെൻസ് അല്പം നമ്മൾ കുറച്ചധികം ചവിട്ടി ലോങ് ക്ലച്ചാണ് ഈ വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് സിറ്റി ഈ ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബ്രേക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫോർ ഇത്രയും പൈസ കൊടുത്തപ്പോൾ ഇത് SUV ആണ്. അപ്പം അതിനെ പറ്റി റിവ്യൂ എനിക്ക് ആക്ച്വലി അത് ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് തരുന്നുള്ളൂ, ബാക്കിൽ ഡ്രമ്മ തന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു റീസൺ കൊണ്ട് കാരണം ഇതിൻ്റെ ബ്രേക്സിൻ്റെ പെർഫോമൻസ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം നല്ല സ്പീഡിൽ നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സഡൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തരാത്തൊരു ബ്രേക്കാണ്. പിന്നെ എനിക്ക് സംസാരിക്കേണ്ടത് നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയുടെ സ്റ്റിയറിംഗ് വീലിനെ പറ്റിയാണ്. ആക്ച്വലി സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഒക്കെ തരുന്ന സ്റ്റിയറിംഗ് ആണ്. പക്ഷെ നമ്മൾ നോർമൽ വേറെ i20 അങ്ങനത്തെ ഹ്യുണ്ടായി കാസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ആ വണ്ടികൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഭയങ്കര ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത സ്റ്റിയറിംഗ് വീലാണ് ആ മറ്റുള്ള ഹ്യുണ്ടായി വണ്ടിയിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ക്രെറ്റയുടെ കാര്യത്തിൽ ഹ്യുണ്ടായി ഹാസ് ഡൺ എ ഗുഡ് ജോബ്. അത്രയും പിന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്കൊരു അത്യാവശ്യം സ്പീഡിലൊക്കെ പോയിട്ട് ചെറിയ കോർണറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക കോൺഫിഡൻസോടെ തന്നെ വളയ്ക്കാം. ആ സ്റ്റിയറിംഗിൻ്റെ കാര്യത്തിൽ ഹ്യുണ്ടായി ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. അപ്പോൾ ഇപ്പോൾ ഇതിന് ക്രെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത്
ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് an average മൈലേജ് ഓഫ് 16 ആണ് ഹ്യൂണ്ടായി അവകാശപ്പെടുന്നത്. പക്ഷേ 16 ഒന്നും കിട്ടില്ല എന്നാണ് ഞാൻ പറയത്തുള്ളൂ. ആക്ച്വലി ഇപ്പം എൻ്റെ ഒരു റിവ്യൂ വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഈ വണ്ടി മാക്സിമം തരുന്നത് എന്ന് വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് 12 to 13 മൈലേജ് തരുന്നുണ്ട്, ബോത്ത് സിറ്റി ആൻഡ് ഹൈവേ നമ്മൾ മിക്സ് ചെയ്ത് ഓടിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ കാർ പ്രൈസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്നത് 10.66 lakhs ആണ് ഇൻ കേരള. പിന്നെ ഇപ്പോൾ ഇത് ഓൺ റോഡൊക്കെ നമ്മുടെ റോഡ് ടാക്സും കാര്യങ്ങളും ഇൻഷുറൻസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു 11.7 lakhs ആവുന്നുണ്ട്. അപ്പോൾ ക്രെറ്റ ഈസ് എ ഗുഡ് ഫാമിലി കാർ. ഇപ്പം ഒരു 4 പേർക്ക് സുഖമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡ്രൈവ്സ് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോകാം. നമുക്ക് ചെറിയ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഒരു റഗ് ടെറൈനൊക്കെ ഉണ്ടെങ്കിൽ ക്രെറ്റ ഡു എ ഗുഡ് ജോബ്. സിൻസ് ഇറ്റ്സ് നോട്ട് എ ഓൾ വീൽ ഡ്രൈവ്, അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു അത്യാവശ്യം ചെറിയ ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഓവറോൾ ഡെയിലി യൂസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദിസ് കാർ ക്യാൻ ബി യൂസ് ആസ് എ ഡെയിലി ഡ്രൈവർ ഓൾസോ. അപ്പാർട്ട് ഫ്രം ഈ ഒരു ചെറിയൊരു മൈലേജിൻ്റെ ഷോർട്ടേജ് അല്ലാണ്ട് എനിക്ക് വേറൊരു ഇഷ്യൂ ആയിട്ട് ഈ വണ്ടിയിൽ തോന്നുന്നില്ല. ഗൈസ്, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് മാക്സിമം നിങ്ങൾക്ക് തോന്നുന്ന ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഞാൻ മാക്സിമം അടുത്ത വീഡിയോയിൽ ഞാനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ